ഇഴയുന്ന പോലെ ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് നടന്ന് നടന്ന് കയറുകയാണ് ഇവിടെ കുരുമുളക് വള്ളികൾ. നാഗപ്പതി എന്നാണ് പേര്, സർപ്പൻറ്റൈൻ മെത്തേഡ്. പക്ഷേ ഇതൊന്നുമല്ല, വയനാട്ടിലെ കമ്മന ആലഞ്ചേരിയിലുള്ള നമ്മുടെ ബാലകൃഷ്ണേട്ടൻ കുരുമുളകിൻ്റെ കാര്യത്തിൽ ഒരു വിശ്വവിജ്ഞാന കോശമാണ്. ബാലകൃഷ്ണേട്ടാ, SLC വരെയാണ് പിന്നെ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. അത് കഴിഞ്ഞാൽ അച്ഛനോടൊപ്പം കൃഷിയിലേക്ക് ഇറങ്ങി. ഇങ്ങനെ എല്ലാ കൃഷിയിലും താല്പര്യമാണ്. നെൽകൃഷിയും പിന്നെ തോട്ടവിള, കുരുമുളക്, കാപ്പി, ഇതിലെല്ലാം താല്പര്യമാണ്. പക്ഷേ പ്രത്യേകിച്ച് എനിക്ക് കുരുമുളക് കൃഷിയോട് ഒരു പിന്നെ വല്ലാത്തൊരു താല്പര്യം. അത് അച്ഛൻ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങി ചെയ്തുകൊണ്ട് അതിൽ അങ്ങനെ ഒരു താല്പര്യം വന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആകാശവാണി കോഴിക്കോട് നിലയം 1980 ഒരു കൃഷിപാഠ പരമ്പര പ്രക്ഷേപണം ചെയ്തിരുന്നു. ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്ത ഒരു ശ്രോതാവായിരുന്നു. പാഠഭാഗം തുടങ്ങിയത് മുതൽ ഞാൻ കൃത്യമായിട്ട് ആ പാഠഭാഗങ്ങൾ കേൾക്കുകയും അതിന് എനിക്ക് വരുന്ന സംശയങ്ങൾ ആകാശവാണിയായി ബന്ധപ്പെട്ട് അതിന് മറുപടിയും ലഭിച്ചുകൊണ്ടിരുന്നു. കൃത്രിമ പരാഗണത്തിലൂടെ പുതിയ ഇനം കുരുമുളക് എങ്ങനെ വികസിപ്പിച്ചെടുക്കാമെന്നുള്ളൊരു അധ്യായം ഉണ്ടായിരുന്നു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. എന്നാൽ നമുക്കും ഈ പിന്നെ വയനാടൻ കുടികൾ, നല്ല മെച്ചപ്പെട്ട വയനാടൻ കുടികളൊക്കെ ഉള്ളതല്ലേ, ഇതുമായിട്ട് സംഘടനം ചെയ്ത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്നുള്ള ആ ഒരു പ്രചോദനത്തിലൂടെയാണ് ഞാനതിന് ഇറങ്ങിത്തിരിച്ചത്. ഇതിൽ പിന്നെ ചെറുവള്ളി എന്ന് പറഞ്ഞത് കുറച്ചുകൂടി നന്നായിട്ട് തിക്കായി മുളക് പിടിക്കുന്നൊരു ഇനമാണ്. അപ്പം എനിക്ക് തോന്നി ഇത് എലിംഗ പുഷ്പമുള്ളതാണ്, അതെടുത്തിട്ട് ഒന്ന് ക്രോസ് ചെയ്ത് ഒരു പുതിയ ഇനം ഉണ്ടായി നോക്കാമെന്ന്. അതിലാണ് തുടങ്ങിയത്. അങ്ങനെയാണ് തുടങ്ങിയ മെയ് ജൂൺ ആകുമ്പോഴത്തേക്ക് കുരുമുളക് പുതുമഴ പെയ്ത് തിരിയിടാൻ തുടങ്ങുമല്ലോ. തിരിയിടാൻ തുടങ്ങുന്ന അവസരത്തിൽ ഇതിന് പാരാഗണം ചെയ്യാൻ ആകുന്ന തിരിക്ക് തിരഞ്ഞെടുത്തിട്ട് പോളിത്തീൻ കൂട് വെച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കും. ക്ലിപ്പ് ചെയ്ത് വെച്ച് 7-ാം ദിവസം മുതൽ ഈ തിരിയിൽ പൂക്കൾ വിടന്നു തുടങ്ങും. ആദ്യമായിട്ടൊരു തിരി ഞെട്ടിൻ്റെ ഭാഗത്തുനിന്ന് പെൺപൂക്കളാണ് പാകമായി വരുന്നത്. ആ ഇതിലേക്ക് ഞാൻ ഈ പറഞ്ഞ പിതുകൊടിയായി തിരഞ്ഞെടുത്ത ചെറുവള്ളിയിൽ നിന്ന്, അത് ദിലിംഗ പുഷ്പമുള്ള ചെടിയാണ്, അതിൽ നിന്ന് ഒരു ഗ്ലാസ് ചെറിയ പാത്രത്തിലേക്ക് അല്പം ശുദ്ധജലം ചേർത്ത് എടുത്തിട്ട് ഇതിലേക്ക് സ്റ്റെറിലൈസ് ചെയ്ത സൂചി കൊണ്ട് ഈ പൂമ്പൊടി ഇതിലേക്ക് അടർത്തിയിടുകയാണ്. കുറേ പൂക്കൾ പിന്നെ പൂമ്പൊടി ശേഖരിച്ചിട്ട് നേർത്ത ബ്രഷ് കൊണ്ട് ഇതൊന്ന് ഇളക്കി ഈ മാതൃകൊടിയായിട്ട് തിരഞ്ഞെടുത്ത ഉതിരംകോട്ടയുടെ തിരിയിലേക്ക് ഇതിൻ്റെ കവറ് എടുത്ത് മാറ്റി അതിൻ്റെ തിരിയിൽ ഇങ്ങനെ നേർത്ത ബ്രഷ് കൊണ്ട് പുരട്ടി കൊടുക്കും. അങ്ങനെയുള്ള പരാഗണം തുടർച്ചയായിട്ട് 14 ദിവസം ചെയ്യണം. ഒരു തിരിയിൽ 14 ദിവസം കൊണ്ടേ ഇതിൻ്റെ പൂക്കളെല്ലാം വിരിഞ്ഞു തീരും. പിന്നെ ആ പരാഗണവും പൂർത്തിയാകും. അങ്ങനെ പൂർത്തിയായി കഴിയുമ്പോൾ ഈ കൂടെടുത്ത് മാറ്റും. ആ തിരിയിൽ കുരുമുളക് മണികളായി വളർന്നു വരും. ഇത് വളരെ ശ്രദ്ധിക്കണം. അന്നേരം വീണ്ടും ഒന്ന് കൂടിലാക്കി വെക്കണം. ചെറിയ സിപ്പപ്പിൻ്റെ കവർ പോലത്തെ കവർ ഇട്ടിട്ട് വെക്കണം. അല്ലെങ്കിൽ തിരിയിൽ നിന്ന് പക്ഷികൾ കൊത്തിപ്പൊറുകി പോകും. നമ്മൾ ചെയ്ത പണി വെറുതെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് മുളക് പഴുത്ത് വരുമ്പോൾ ആ പഴുത്ത മണികൾ ശേഖരിച്ച് 2-3 ദിവസം തണലത്തുണക്കും. തണലത്തുണങ്ങിയിട്ട് പോട്ടി മിശ്രിതം നിറച്ച ഇതുപോലത്തെ കവർ, കുറച്ചുകൂടി വലിയ കവർ എടുക്കാം. അതിലൊരു 4-5 വിത്ത് ഇങ്ങനെ പാവി ഇതുപോലെ നഴ്സറിയിൽ സംരക്ഷിക്കാം. അതിൽ നിന്ന് മുളച്ച് വരുന്ന തൈ പിന്നെ തിരഞ്ഞെടുക്കുന്നത് മാതൃകൊടിയെയും പിതൃകൊടിയെയും അപേക്ഷിച്ച് രണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളൊരു സങ്കര ഓജസ്സോടു കൂടി വളർന്നു വരുന്ന തൈ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. രണ്ടിൽ നിന്നും ഇതായിട്ടൊരു കരുത്തോടു കൂടി വളരുമ്പോൾ ഇത് സംഘടനം നടന്നു നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള തൈ സ്വീകരിക്കുക, അല്ലാത്തതിന് നമ്മൾ ഉപേക്ഷിച്ച് കളയും. കുറേ തൈ തോട്ടത്തിൽ നടും, പക്ഷേ ആയിരിക്കില്ല ഈ കരുത്തോടു കൂടി വളരുന്നതാണ് നമ്മൾക്ക് കിട്ടുന്നത്. അങ്ങനെ 92 എനിക്ക് ആദ്യമായിട്ട് അശ്വതി എന്ന് പറഞ്ഞ ഇനം കിട്ടി. അതോടൊപ്പം തന്നെ പരാഗണം ചെയ്താണ് കിട്ടിയതാണ് സുവർണ. ആ ഒരിനം കരിമുണ്ടയിൽ അതിൻ്റെ ആൺപൂക്കൾ നീക്കം ചെയ്യണം. ആദ്യം മാതൃകൂടിയായിട്ട് എടുത്ത ഇതിൽ ആ ആൺപൂക്കൾ നീക്കം ചെയ്ത് കളഞ്ഞിട്ട് ഈ ചെറുവള്ളിയുടെ പൂമ്പൊടി തന്നെ അതിലേക്ക് പരാഗണം നടത്തി. അങ്ങനെ 2 ഇനം കിട്ടി. അത് 92 എനിക്ക് ആദ്യമായിട്ട് വിളവ് കിട്ടിയത്. അത് കിട്ടിയപ്പോൾ വിളവ് കിട്ടുമ്പോൾ എങ്ങനെയാ കൂടുതൽ നല്ല വിളവുണ്ട്. നിറഞ്ഞ് പിന്നെ തിരി നീളം, ആ തിരിയിൽ നിറച്ച് മണിപിടുത്തം, പന്നീർ ഷേപ്പ് തന്നെ, അതുപോലെ പിന്നെ കൂമ്പിലുള്ള വ്യത്യാസം, അങ്ങനെ അത് കിട്ടി. നഴ്സറിയിൽ പുതിയ സങ്കരയിനങ്ങൾ തുടങ്ങിയിട്ട് 33 കൊല്ലായി. അതും പിന്നെ ഒരു കർഷകൻ സങ്കര ഇനത്തിൽ കൂടെ കൃത്രിമ പരാഗണത്തിലൂടെ ഒരു കർഷകൻ ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുന്നത് ലോകത്ത് തന്നെ ആദ്യം.
ഇനം കൂടി വന്നു അല്ലേ? പ്രീതി കൂടി കണ്ടു. അതിപ്പോ അടുത്ത് 3-4 വർഷമൊക്കെ ആയിട്ടുള്ളൂ. പ്രീതിയുടെ എങ്ങനെയാ? പ്രീതി കണ്ടുപിടിച്ചത് പിന്നെ കുറ്റിക്കൊടി എന്ന് പറഞ്ഞ ഒരു തിരുവിതാംകൂർ ഇനം കൊടിയാണ്. അത് അതിന്റെ പൂമ്പൊടി എടുത്തിട്ട് ഉദരംകോട്ടയെ തന്നെ ചെയ്തിട്ടാ കിട്ടിയ. ഇപ്പൊ നിങ്ങൾ നഴ്സറിയിൽ നിന്ന് തൈകൾ കൊടുക്കുന്നത് ഇപ്പോ നാഗപ്പതിയാണെന്ന് പറഞ്ഞു. അതെന്താ അതിന്റെ പ്രത്യേകത? എന്താ? വള്ളി വളർന്നു വരുന്നതിനനുസരിച്ച് പിന്നെ കവർ പോട്ടി മിശ്രം നിറച്ച കവർ വെച്ച് കൊടുക്കും. എന്നിട്ട് പച്ച ഈർക്കിൽ വളച്ച് കുത്തി കൊടുക്കുകയാണ് ഇങ്ങനെ. ഇതൊന്നും മുട്ട അമർന്ന് നിൽക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ ഇത് വളർന്നു വരുമ്പോൾ ഈ രീതിയിൽ ഇത് വളർന്നു വരുമ്പോൾ ഒരു കുറെ അങ്ങ് പോയി കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 10-15 കൂട് നമുക്ക് മുറിച്ച് മാറ്റി. ഇതിലൊക്കെ എന്താ നിറച്ചേക്കുന്നത്? മണ്ണ് മാത്രമാണോ? മണ്ണല്ല, 2 ഭാഗം മണ്ണ്, 1 ഭാഗം മണല്, 1 ഭാഗം ചാണകപ്പൊടി. ഈ മുട്ടിൽ നിന്ന് വേരാണ് ആദ്യം കവറിന്റെ അടി വരെ വേരെത്തും. പിന്നെ നമ്മൾ 2 മാസം കഴിഞ്ഞ് മുറിച്ച് ഇത് വേർപെടുത്തി കഴിഞ്ഞാൽ ആ മുട്ടിൽ നിന്ന് ഇതുപോലെ തയ്യായി കരുത്തുള്ള തയ്യായി. അതാണ് സാധാരണ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു പുതിയ ഇനമൊക്കെ പിന്നെ ഉരുത്തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെന്തലയൊക്കെ കിട്ടി ചെന്തല നട്ട് പിടിപ്പിച്ചൊക്കെ വളർത്തിയെടുക്കാൻ തൈകളൊക്കെ വേഗമാക്കിയെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഇതല്ല, ഇത് കുറച്ച് മദർ പ്ലാന്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ഇതിൽ നിന്ന് 1 വർഷം ഒരു ചെടിയിൽ നിന്ന് ഒരു 65 തൈകൾ വരെ നമുക്ക് ഒറ്റ ചെടി ഈ പോകുന്നതിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുരുമുളക് പണ്ട് തൊട്ടേ കേരളത്തിലെ വയനാട്ടിലെ കുരുമുളകാണ്. വയനാട്ടിലെ എന്നും പിന്നെ കൂടിയ മാർക്കറ്റ് നിലനിന്ന് വരുന്നത് വയനാടൻ കുരുമുളകാണ്. ബോൾഡ് സൈസും ഈ എരിവിലും എല്ലാം കൂടെ അതതിൻ്റെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് സാധാരണ പണ്ടൊക്കെ നമ്മള് ഈ മുരിക്കുമ്മലൊക്കെയാണ് അല്ലേ കയറ്റി. അന്ന് മുരിക്കാണ് തോട്ടത്തിലെ. മുരിക്കില്ലാതായി. കുറച്ചു കാലം ശീമക്കൊന്ന ഉപയോഗിച്ചു. ശീമക്കൊന്നൊന്നും അത്ര പ്രയോജനമല്ല. നമുക്ക് താങ്ങലായി നട്ടു വളർത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പയ്യാനി എന്ന് പറയുന്ന പലകപ്പയ്യാനി എന്നൊക്കെ പറയും. ആ സാധനം ആഴാന്തൽ എന്ന് പറയും. അത് നടാം. മട്ടി എന്നൊക്കെ പറയുന്നൊരു മരം, അതിനും വേറെ എന്തോ ഒരു കൂടി പേരുണ്ട്. സോഫ്റ്റ് വുഡ് ആണ് അത്. സോഫ്റ്റ് വുഡ് തടിക്കാൻ അതും താങ്ങാലായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ തോട്ടത്തിലുള്ള മാവ് പ്ലാവ് ഇത് തന്നെ നമുക്ക് ചോല ശരിക്കും അതിൻ്റെ പിന്നെ നിയന്ത്രിച്ച് മാറ്റണം, വെട്ടിമാറ്റി ഒതുക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ ഇതൊക്കെ ഉപയോഗിക്കാം, നമുക്ക് എല്ലാ മരത്തിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം താങ്ങാലെല്ലാം പോയി കഴിഞ്ഞേരെ പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന നിലവിലുള്ള മാവ് പ്ലാവ് ഇങ്ങനെയുള്ളതിനൊക്കെയാണ് കൊടി കയറ്റുന്നത്. ചട്ടിയിൽ തന്നെ വെക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. ബുഷ് പേപ്പർ അതും ചെയ്യുന്നുണ്ട്. അതും ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ട്. ഒരുപാട് പിന്നെ ആൾക്കാർ വരുന്നുണ്ട്. അവർക്കൊക്കെ ഞാൻ ഈ ഗ്രാഫ്റ്റിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ധാരാളം വരുന്നുണ്ട്. അവരെല്ലാം ഞാനിത് പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ എന്തെങ്കിലും ഒന്ന് ഇവിടുന്ന് പഠിക്കാതെ ആരും പോവില്ല. എന്തെങ്കിലും എന്നിൽ നിന്നൊന്ന് പഠിച്ചിട്ടേ പോകുന്നുള്ളൂ. പഠിപ്പിച്ചേ വിടുന്നു. രോഗങ്ങളാണ് നമുക്ക് മെയിനായിട്ട് കുരുമുളകിനെ ബാധിക്കുന്ന ഒന്ന് ദുതവാട്ടമാണ്. പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനം ഇതെല്ലാം വന്നപ്പോൾ പിന്നെ മറ്റു പല രോഗങ്ങളും കീടങ്ങളും എല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട്. അതായത് പിന്നെ മിലിബഗ് പോലെയുള്ള ഇതിൻ്റെ വേരൊക്കെ നശിപ്പിച്ച് കളയുന്നു. സാവധാനവാട്ടം, ദുതവാട്ടം, പിന്നെ രോഗങ്ങളാണ് ശൽക്ക കീടങ്ങൾ, പിന്നെ ഇലപ്പേന്, പൊള്ളുവണ്ട്, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളും കൊണ്ട് കുറേ കൃഷി നശിച്ചു പോകുന്നു. ഇതിന് പ്രധാനമായിട്ടും ജൈവ രീതിയിൽ ചെയ്യുന്ന ഇതിനാണ് ഈ ഇങ്ങനെയുള്ളതൊക്കെ വ്യാപിക്കും. രാസ വളങ്ങൾ ഉപയോഗിക്കുന്നതും കീടനാശിനികൾ ഉപയോഗിക്കുന്ന തോട്ടത്തിലൊന്നും ഇതത്ര മണ്ണിൽ വ്യാപിച്ചു വരില്ല. ഒരു കാലത്ത് നമ്മളെ മണ്ണിലുണ്ടായിരുന്ന കുമ്പളാണിത്. ആ കുമിള് ഒക്കെ നശിച്ചു പോയി. അതിനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുന്നത്. കഴിവതും ജൈവ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഫലപ്രദമാകും. അല്ലാത്ത തോട്ടങ്ങളിലൊന്നും ചെയ്യില്ല. ഈ ട്രൈക്കോഡർമയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ അതേ തോട്ടത്തിൽ തന്നെ കളനാശിനി ഉപയോഗിച്ചാൽ പിന്നെ ശരിയാണ്. മണ്ണിൽ ജീവാണുക്കൾ വേണ്ടേ? മണ്ണിലെ ജീവാണുക്കൾ നശിച്ചു പോകുന്നതുകൊണ്ടാണ് ഇതൊന്നും നമുക്ക് ഫലപ്രദമാകുന്നത്. മണ്ണരയാണ് എനിക്കിപ്പോ ഒരു ദോഷമായി വരുന്നില്ല. മണ്ണര നമ്മളെ മണ്ണിന് ഏറ്റവും നല്ലതാണെങ്കിലും മണ്ണര കൂടിയിട്ട് എനിക്ക് ദോഷം ചെയ്യുന്നു. അതായത് നമ്മൾ ഒരു കുരുമുളക് കൊടിയുടെ ചോട്ടിൽ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ പിന്നെ ഇക്കാലത്തെ മഴ പ്രത്യേകിച്ച് എനിക്കത് വല്ലാതെ ബാധിച്ചു. ഇതിന് ഈ മണ്ണിര ധാരാളം ഇതിൻ്റെ കുരുപ്പ് കയറ്റിയിട്ട് നൈസായ ആ ചളി മണ്ണാണ് ഇതിൻ്റെ പുറത്തേക്ക് കൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ വേരും തണ്ടും അഴുകി പോവാ. മണ്ണിര ഏറ്റവും നല്ലതാണ് മണ്ണിന്, പക്ഷെ കൊടിക്ക് അത് ദോഷമായിട്ട്. ഇപ്പൊ ഈ തോട്ടത്തിൽ കാണാം
കുറേ കൊടികൾ പഴുത്തു നിൽക്കുക. ഈ ചുരൽമര ദുരന്തം ഉണ്ടായ ആ സമയത്തുള്ള കനത്ത മഴയ്ക്ക് ഈ മണ്ണിൽ നിന്ന് ഇത് ഇങ്ങനെ വന്നിട്ട് കൊടിക്കൊക്കെ ഒരു മരവിപ്പ്, മഴയങ്ങ് മാറിയപ്പോൾ ഒരു മരവിപ്പ് വന്നു. ഈ പേരുകൾ എങ്ങനെയാ ഇങ്ങനെ ഇടാൻ കാരണം? പേരിട്ടത് പിന്നെ അശ്വതിക്ക്, ഞാൻ ഈ കുരുമുളക് കണ്ടുപിടിച്ചപ്പോൾ പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഒരു സയൻറ്റിസ്റ്റ് ഇവിടെ വന്നു. അതായത് 1ാം കർഷക ശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കാൻ എൻ്റെ ഇതൊക്കെ സ്വീകരിച്ചിട്ട് അങ്ങനെ ആ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോൾ പറഞ്ഞു, ബാലകൃഷ്ണേട്ടൻ ഇങ്ങനെയൊക്കെ ഏതായാലും വികസിപ്പിച്ചെടുത്തു, ഇതിന് ഒരു പേര് കൊടുക്കണ്ടേ, ഇന്നുവരെ ഒരു പേര് കൊടുത്തിട്ടില്ലല്ലോ, നിങ്ങൾ ഏതായാലും ഒരു പേര് ഇതിന് ഇപ്പം തന്നെ പറയണമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അതിന് പെട്ടെന്ന് എൻ്റെ ഇതിൽ വന്ന് അശ്വതി എന്ന് പേര് കൊടുത്തു. എൻ്റെ ജന്മനക്ഷത്രമാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അശ്വതി എന്ന് പേര് കൊടുത്തു. പ്രീതി എന്ന് പറഞ്ഞത് ഇത് ജനങ്ങൾക്കിടയിൽ നല്ല പ്രീതി ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ പ്രീതി എന്ന് കൊടുത്തു. അങ്ങനെ ഭാഷയുടെ ഇപ്പൊ വാങ്ങാൻ വരുന്ന ആൾക്കാരോട് ഇപ്പൊ ഓരോ സ്ഥലത്തിനും പറ്റിയത് ഓരോ തരമൊക്കെ ആയിരിക്കുമല്ലോ. ഇതിൽ ഏതാണ് ഭാഷയുടെ ഗ്യാരണ്ടി? എല്ലാം ഉണ്ട്, എന്നാലും വ്യത്യാസം ഭാഷയുടെ പറയുന്നത് ശരിയല്ല. എന്നാലും വാങ്ങുന്ന ആൾക്ക് ഏറ്റവും നല്ലത് ഏതാ? അപ്പൊ ചില ആൾക്കാർക്ക് തിരി നീളമുള്ളതാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് വിളവ് കിട്ടിയാൽ മതി, ഏത് ഇനത്തിൽപ്പെട്ടാലും കുഴപ്പമില്ല. അപ്പോൾ രണ്ടും കൊണ്ടു. പിന്നെ തിരുനീളമുള്ളവർക്ക് പന്നിയൊരു കൊടുത്തോണ്ട് വാങ്ങി പറഞ്ഞു. ഞാൻ പറഞ്ഞ എല്ലാം ഗുണമൊന്നു തന്നെ. പിന്നെ ഈ വ്യത്യാസം എന്താ വെച്ചാൽ ഇതിന് കുറച്ച് ബോൾഡ് മണിയായിട്ട് തോന്നും, അശ്വതി എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ ആ അശ്വതി കൊണ്ട് അങ്ങനെ ഉണ്ട്. മറ്റേത് മണി കുറച്ച് ചെറുതാണ്, എന്നാലും മുളകിന് നല്ല തൂക്കവും വിളവും എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ പ്രതിരോധ ശേഷിയും ഉണ്ട് ഈ ഇനങ്ങൾക്കൊക്കെ. എന്ന് വെച്ചാൽ രോഗം വരില്ല എന്നല്ല, നല്ലൊരു കരുത്തുണ്ട് മറ്റു കൊടികളെ അപേക്ഷിച്ച്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോഴും ബാലകൃഷ്ണേട്ടൻ വയനാട്ടിലെ 12 തരം കുരുമുളക് എന്നുള്ളത് അതൊക്കെ അതുകൊണ്ട് അത് കളഞ്ഞാൽ പിന്നെ പോയില്ലേ. നമുക്കിത് എന്നും ഇത് നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ പേര് കേരളത്തിൽ തന്നെ ഈ കുരുമുളകിൻ്റെ പേരും പ്രത്യേകിച്ച് വയനാടൻ കൊടികൾക്കുള്ള പേരുണ്ടായത് ഈ വയനാടൻ ഇനങ്ങളുടെ ഗുണമേന്മ കൊണ്ടാണ്. അത് ഇവിടുത്തെ പിന്നെ വയനാടിൻ്റെ പ്രത്യേക കാലാവസ്ഥയിൽ ഉണ്ടായി വരുന്ന ഒരു ഗുണമാണത്. ആ കുരുമുളകിൻ്റെ എരിവ്, മണം, പിന്നെ ഇതിൻ്റെ ടൈപ്പുകൾ ഒക്കെ. അപ്പോൾ അത് നിലനിർത്തണം. നമ്മൾ ഈ പുതിയ ഇനങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു വരുമ്പോൾ ഇത് തീരെ പോവില്ലേ. നമ്മളെ നാടൻ നെൽവിത്ത് നശിച്ചു പോകും പോലെ ഇതും നശിച്ചു പോകേണ്ട എന്നുള്ള നിലയ്ക്ക് നമ്മളതിൻ്റെ നമ്മളെ തറവാട്ടിലൊക്കെ ഇത് എല്ലാ ഇനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്നും നശിച്ചു, അവിടെയൊക്കെ ഇപ്പോൾ പോയി. ഞാനതിൻ്റെ എല്ലാ ശേഖരം ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊന്ന് വ്യാപിച്ചെടുക്കണം എന്നുള്ള ഇതിലാണ് കളിക്കുന്നത്.